ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും മല്ലു നഴ്സറി ഗാർഡനിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ചീരയെക്കുറിച്ചാണ്. അപ്പോൾ ചീര എന്ന് പറയുന്നത് എല്ലാ ആൾക്കാർക്കും അറിയാവുന്നതാണ്, എല്ലാവർക്കും പ്രധാന ഒരു ഭക്ഷണമാണ്, നല്ലൊരു പച്ചക്കറിയാണ്. അപ്പോൾ ഞാനിത് പറയാൻ കാരണം എനിക്കൊരു ചീര ഇടയ്ക്ക് ആയി. അപ്പോൾ ഇത് ഞാൻ ഒന്ന് പൂത്ത് കിട്ടിയതിന് ശേഷം വിത്ത് ഉണ്ടാക്കി പാകിയെടുക്കാമെന്ന് നോക്കിയതാണ്. അപ്പോൾ പാകിയെടുക്കാൻ നോക്കിയപ്പോൾ അത് പൂത്ത് വരുന്നില്ല. അപ്പോൾ ഇത് പിന്നെ ഞാനത് തിരക്കിയപ്പോഴാണ് ഏകദേശം ഒരു വർഷത്തോളം കഴിഞ്ഞാലേ ഇത് പൂത്ത് വരികയുള്ളൂ എന്നറിഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചു ഇത് പൂത്ത് വരുന്ന അത്രയും കാലം കാത്തിരിക്കേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇതിൻ്റെ ബ്രാഞ്ച് മുളയ്ക്കുമോ എന്ന് നോക്കാൻ വേണ്ടി ബ്രാഞ്ച് മുളപ്പിച്ചെടുക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്കത് ഒരു പ്രാവശ്യം ഉപയോഗിച്ചതിന് ശേഷം വീണ്ടും അത് വളർന്നു വരും. നമുക്ക് ആ വളർന്ന് വരുമ്പോൾ അരുന്നതിനിടയ്ക്ക് വെച്ച് തന്നെ നമുക്കിതിൽ തൈ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാം, നമുക്ക് അതിനെ നട്ട് പരിപാലിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞാനിത് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടതൊരു കത്തി, മിക്സർ നിറച്ച് വെച്ചിരിക്കുന്ന ഒരു ചെറിയ ഒരു കപ്പ്. അപ്പോൾ ഇതിൽ ഇതാണ്ടില്ലേ, നല്ല ഇത് കവറിലായതുകൊണ്ടാണ് ഇത്രയും തണ്ട് ഉണ്ട്, എങ്കിലും കവറിലായതുകൊണ്ടാണ് ഇത്രയും ചെറുതായി പോയത്. അതല്ലെങ്കിൽ നല്ല വലിപ്പത്തിൽ ഇത് വരുമായിരുന്നു. ഇത് കണ്ടില്ലേ, ഇത് പൂക്കുന്ന ആ ഒരു ലക്ഷണം ഇത്രയും സമയമായിട്ടായിട്ടില്ല, കണ്ടല്ലോ. ഇത് ഇനിയും വളരെ ലേറ്റായി മാത്രമേ ഇത് പൂക്കുകയുള്ളൂ. അപ്പോൾ ഇത് പൂത്തതിന് ശേഷം നമുക്ക് വിത്തെടുത്ത് ഇത് വീണ്ടും ഉണ്ടാക്കിയെടുക്കാമെന്ന് പറയുമ്പോൾ അത് ലേറ്റാകും. വിത്ത് അത് പൂക്കുന്ന സമയത്ത് പൂത്തോട്ടെ, അത് കുഴപ്പമില്ല. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കാണുന്ന രീതിയിൽ നമ്മൾ ഈ വീട്ടിലെ ആവശ്യത്തിന് ഉപയോഗിക്കുന്നത് ഏകദേശം ഈ ഭാഗത്ത് കട്ട് ചെയ്ത് എടുക്കാം. നമുക്കെടുത്തതിന് ശേഷം ഈ കാണുന്ന തണ്ടും ഇപ്പുറത്ത് ഈ സൈഡിൽ കാണുന്ന തണ്ടും നമുക്കത് ഇട്ടിരുന്ന് കഴിഞ്ഞാൽ വീണ്ടും പഴയതുപോലെ വരും. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. ഇതാണ്ടില്ലേ, ഇത് ഞാൻ നേരത്തെ കട്ട് ചെയ്തെടുത്തതിൻ്റെ ഒരു ചുവടാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഒരു പ്രാവശ്യം ഇവിടുന്ന് കട്ട് ചെയ്തെടുത്തു, അടുത്ത പ്രാവശ്യം ഇതാണ്ട് ഇവിടുന്ന് കട്ട് ചെയ്തെടുത്തു. അത് കാണാമല്ലോ. അപ്പോൾ ഇനി ഇത് 1, 2, 3, 4, 5 ചെറിയ ഷൂട്ടുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇത് വീണ്ടും നമുക്ക് വളർന്ന് കീര ആവശ്യത്തിന് ഉപയോഗിക്കത്തക്ക രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൽ നിന്ന് ഒരു ശിഖരം ഉണ്ടല്ലേ, സിമ്പിളായിട്ട് എടുത്തു. ഇതിനെ ഈ ഇല കട്ട് ചെയ്ത് മാറ്റണം. ഇല കട്ട് ചെയ്ത് മാറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മളിതിങ്ങനെ നട്ട് കഴിഞ്ഞാൽ കാറ്റടിക്കുന്ന സമയത്ത് ഇത് ആടിക്കഴിഞ്ഞാൽ വേര് വരത്തില്ല. നമുക്ക് ഇലയുടെ ആവശ്യമില്ല തൽക്കാലം. ഈ ഒരു കണ്ടീഷനിൽ നമ്മളിത് നടണം, കണ്ടല്ലേ. പിന്നെ പതിയെ ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഈ മണ്ണിനെ അങ്ങോട്ട് ഫില്ല് ചെയ്ത് വിരലുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഉറപ്പിച്ചതിന് ശേഷം നല്ല തണലുള്ള സ്ഥലത്ത് വയ്ക്കുക. ഇപ്പോൾ സാമാന്യ നനവ് മാത്രം മതിയാവും, വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ നമ്മൾ നനച്ചതിനെ റെഡിയാക്കുക. അപ്പോൾ ഞാനിത് ഈ ചെടിയിൽ നിന്ന് കട്ട് ചെയ്ത 2 കൊമ്പ് ഞാൻ മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്, 2 ശിഖരം മുളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാണ്ടില്ലേ, ഇത് അതിൽ നിന്ന് മുളപ്പിച്ചതാണ്. ഇലയെല്ലാം നേരത്തെ ഞാൻ കട്ട് ചെയ്ത് വിട്ടിരുന്നു, അത് അങ്ങനെ മുളപ്പിച്ചതാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം. അപ്പോൾ ഇത് വേര് വന്നിരിക്കുന്നു. അപ്പോൾ ഇതിങ്ങനെ ഞാനൊന്ന് വെള്ളത്തിലൊന്ന് കഴുകി കാണിച്ചു തരാം. ഞാൻ വെള്ളത്തിലോട്ട് കഴുകി കാണിക്കുന്നതിൻ്റെ കാരണം ഇത് വിത്ത് തൈയാണോ അത് ശിഖരം മുളപ്പിച്ചതാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനത് കാണിക്കുന്നത്. കണ്ടില്ലേ, ഇത് ശിഖരം ഞാൻ മുളപ്പിച്ചെടുത്തതാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു വിത്ത് ലേറ്റായി കിട്ടുന്നത് കൊണ്ട് ഇങ്ങനെ നമുക്കിതിനെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കാം. അതിലേക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അല്ല, നല്ല 3 ഇലയായി. ഇനി തന്നെ നമുക്ക് നല്ലൊരു കവറിലേക്ക് വേണമെങ്കിൽ മാറ്റി നട്ട് അല്ലെങ്കിൽ തറയിൽ കൊണ്ട് നട്ട് വളർത്തിയെടുക്കാം. അപ്പോൾ ഇതിനെ ആണ്ടക്കീര എന്നും പറയാറുണ്ട്. അപ്പോൾ അതായത് ഒരു വർഷം വരെ നിൽക്കുന്ന ഒരു ചീര ആയതുകൊണ്ടാണ് ആണ്ടച്ചീര എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് ഉപയോഗിക്കുന്ന വളം എന്ന് പറയുന്നത്
ചാണകപ്പൊടി, പിന്നെ കോഴിക്കാഷ്ടം നമുക്ക് ഉപയോഗിക്കാൻ വേണമെങ്കിൽ അത് വളരെ ഈ ചുവട്ടിൽ ഇട്ട് കൊടുക്കാതെ ശകലം അകലത്തിൽ കൂടെ ഇട്ട് കൊടുക്കാം. എല്ലുപൊടി ഇതെല്ലാം ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ കീരയാണെങ്കിൽ ഒരു 35 ദിവസം കൊണ്ട്, മറ്റ് സാധാരണ കീര 20 ദിവസം 15-20 ദിവസം കൊണ്ടൊക്കെ റെഡിയായി വരും. പക്ഷേ ഇതൊരു 35 ദിവസം വരെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് പാകമായി കിട്ടും. അത് കീര ഉപയോഗിക്കാൻ വേണ്ടി. അപ്പോൾ ഇത് തന്നെ വേണ്ടില്ല. നമ്മളിപ്പോൾ മറ്റുള്ള കീര എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ തണ്ടിനേക്കാളും ഒരു ഇരട്ടി കൂടെ വലിപ്പമുള്ള തണ്ട് നമുക്ക് കിട്ടും. സാധാരണ ഗതിയിൽ വിത്ത് മുളപ്പിച്ച് അവർ പിഴുതിങ്ങനെ കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഒരെണ്ണം നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ 20 രൂപ കൊടുത്താൽ മാത്രമേ ഇതൊരെണ്ണം വാങ്ങാൻ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ വിൽക്കുന്നവർക്കാണെങ്കിലും അത് ഇത്രയും വലിപ്പം ഉണ്ടെങ്കിൽ അത് ലാഭമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.